ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ 2-3 ദിവസം മുന്നേ എടുത്തു വെച്ച വ്ളോഗാണ് കേട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ തോന്നിയത്. അപ്പോൾ അതേ രാവിലെ തന്നെ കടയിൽ പോയിട്ട് പാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറി വെക്കാൻ മീൻ, പിന്നെ ഉപ്പേരിക്ക് പയറ്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു പഞ്ചാരമാങ്ങേൻ്റെ മാവുണ്ട്. അപ്പോൾ പഞ്ചാരമാങ്ങ, കാട്ടുമാങ്ങ എന്നൊക്കെ ഇവിടെ പറയൂ. ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്കിതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളമൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ രാവിലെ പോയി അമ്മ കുറച്ചൊക്കെ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടേയിരിക്കും. പലരും വന്ന് പെറുക്കി കൊണ്ടുപോകുകയെ. അങ്ങനത്തെ രാവിലെ തന്നെ ചോറെല്ലാം സെറ്റായി ഞാൻ ദേ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ പാൽ കുടിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എല്ലാം തുടങ്ങിയിട്ടും എൻ്റെ മുഖം കാണിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ദേ വേഗം വന്നൊന്ന് മുഖം കാണിച്ചതാണേ. നമ്മുടെ അപ്പവും കുഞ്ഞും എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരെ പല്ല് തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി അവരെ പതുക്കെ പല്ലൊക്കെ തേപ്പിച്ച് കൊടുക്കണം. പിന്നെ ദേ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വേറൊന്നിനല്ല, കുറച്ച് പച്ചമുളക് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ ഒരു മുളക് ചെടി ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തു നിന്ന് മുളക് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് മുളക് പറിച്ചെടുക്കുന്നത്. വേഗം വേഗം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ദേ പച്ചമുളകെല്ലാം തീർന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് നമ്മൾ പറിക്കാൻ വേണ്ടി വന്നു കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ചെടിയുടെ അടിഭാഗത്തൊക്കെ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ, ചേച്ചി ഒരു ബിസിനസ് തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അപ്ഡേഷനൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ. നല്ല സന്തോഷത്തോട് കൂടിയിട്ടൊക്കെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ കണ്ടതായിരിക്കും ഓരോ വീഡിയോയിലൂടെ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ബിസിനസ് എന്ന് പറയുന്നത് അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഹോം മെയ്ഡ് പിക്കിൾസൊക്കെ ആയിരുന്നു. അമ്മയായിരുന്നു എൻ്റെ തലൈവി. അതായത് അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അമ്മ നന്നായിട്ട് അച്ചാറൊക്കെ ഇടും കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം അമ്മയെ അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് അച്ചാറായതുകൊണ്ട് എനിക്കങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. അമ്മയാണെങ്കിൽ നന്നായി ഉണ്ടാക്കും. അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഗുളിക കഴിക്കാനും അമ്മയ്ക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഗുളികകളെല്ലാം അടിച്ച് കയറ്റിയിട്ട് അമ്മ ആകെ കിറുങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ അമ്മയ്ക്ക് കൂടുതലായിട്ടൊരു പണി കൊടുക്കണ്ടല്ലോ. എന്തായാലും ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ബുദ്ധിമുട്ടും. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് വേണ്ടാന്ന് വെച്ചു. പൂർണ്ണമായിട്ട് നമ്മൾ ദക്ഷിണ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ നമ്മളത് വീണ്ടും തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം വരുന്നത് പോലെ നമുക്ക് കാണാം. പിന്നെ എന്തായാലും ഞാൻ ഈ ഒരു പ്രാവശ്യം 2026 എന്തായാലും ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ അച്ചാർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടും എനിക്കാണെങ്കിൽ എൻ്റെ ഉള്ളിലൊരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടും ഞാൻ ഇപ്പോൾ ചെറിയൊരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് ഞാനെല്ലാം സെറ്റാക്കിയിട്ട് നിങ്ങളെ പതിയെ അറിയിക്കാം കേട്ടോ. ഞാൻ മുന്നേ ഒന്നും പറയുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എല്ലാം നടക്കുന്നത്. അതുകൊണ്ടൊക്കെ ഒന്ന് സെറ്റാവട്ടെ. ഈ ഒരു അച്ചാർ ബിസിനസ് നമ്മളൊന്ന് ചവിട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ മുന്നിൽ കണ്ടിരുന്നു വേറൊരു ബിസിനസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ തന്നെയായിരിക്കും ആദ്യം അറിയിക്കുക. അപ്പം ഞാൻ എന്ത് ചെറിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണേ. എന്തായാലും വീട്ടിലിരിക്കുന്ന പണിയാണ് എനിക്ക്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പറ്റിയാൽ നല്ലതല്ലേ. എന്തായാലും ഇനി എൻ്റെ 2 മക്കളും പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ചെറുതിനെയും കൂടെ ചേർത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചിലവ് കൂടുകയാണ്. ഏട്ടനാണെങ്കിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ. ഏട്ടൻ കഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഇവിടെ ഒന്നും എത്തൂല കേട്ടോ. അത്യാവശ്യം നല്ല ലോണും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ. കണ്ടാൽ പറയില്ലെങ്കിലും ഈ ആഴ്ചയിലും മാസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല അടവുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ. പിന്നെ കുറിപ്പൈസ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. കഷ്ടപ്പാടൊന്നല്ല കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും ഞങ്ങൾ ജീവിച്ചൊക്കെ പോകുന്നുണ്ട് അല്ലല്ലൊന്നില്ലാതെ. എന്നാലും ഞാൻ പറയാം, ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ. പിന്നെ എൻ്റെ ഒരു പണി എന്ന് പറയുന്നത് ഇങ്ങനെ വീഡിയോസ് എടുക്കുക, അത് അപ്ലോഡ് ചെയ്യുക, പുറത്ത് പോയി പഠിക്കാനും ജോലിക്ക് പോകാനൊക്കെ ചെറിയൊരു മടിയും എനിക്കുണ്ട്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലൊന്നും കുറേ സമ്പാദിക്കാനൊന്നും പറ്റില്ല. എനിക്കാണെങ്കിലും 2 മാസം ഇടയ്ക്ക് 3 മാസമൊക്കെ കൂടുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചില്ലറ കിട്ടാറ് കേട്ടോ. ഞാൻ ഉള്ളതുപോലെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് വല്ലപ്പോഴൊക്കെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടണം. വീഡിയോസ് എല്ലാം ഇടയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഒക്കെ ഒരു കാര്യം. എല്ലാ മാസമൊന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. ഉള്ളത് ഞാൻ പറയാം. ഇപ്പോഴത്തെ കാര്യമാണ് കിട്ടാറില്ല എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ചാനലിൽ നിന്ന് എനിക്ക് എല്ലാ മാസങ്ങളിലും ഏണിങ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതായത് നമ്മുടെ കുഞ്ഞു ഗർഭിണിയായ ശേഷമൊക്കെ ആയിരുന്നു ആ ഒരു ചാനലിനോട് ഞാൻ വിട പറയേണ്ടി വന്നത്. അതായത് അങ്ങനെ അങ്ങോട്ട് എനിക്ക് ആക്റ്റീവ് ആവാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഫസ്റ്റ് ചാനലും വീഡിയോസ് ഇടുന്നുണ്ട്. അതായത് സീരീസ് മാത്രമാണ് ഫസ്റ്റ് ചാനലിൽ ഇടുന്നത്. അതിന് അത്യാവശ്യം സപ്പോർട്ടൊക്കെ എല്ലാവരും
തരുന്നുണ്ട്. എൻ്റെ സീരീസിനും അതുപോലെ തന്നെ ഡെയിലി വ്ളോഗിനും ഷോർട്ട് വീഡിയോയ്ക്കും ഡാൻസ് വീഡിയോയ്ക്കും ഈ പറഞ്ഞ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അതായത് ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരും, ചേച്ചി വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയോ ആണ് പറഞ്ഞു പോയത് അല്ലേ, വ്ളോഗിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എന്നാലും രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കള എല്ലാം നിരന്ന് കിടക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഒരുവിധം ജോലികൾ, അതായത് കുക്കിംഗ് പരിപാടിയൊക്കെ അമ്മ തീർത്തിട്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അമ്മയുടെ അനിയത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അമ്മ പോയതിന് ശേഷം അടിച്ചുവാരലും തുടക്കലും അതുപോലെ തന്നെ അടുക്കള ക്ലീൻ ചെയ്യലും അങ്ങനെ ഒട്ടുമിക്ക പണികളെല്ലാം ഞാനും തീർത്തുട്ടോ. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നേ. പിന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം ചോറൊക്കെ കൊടുത്തു, അവരെ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാനും ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല ചൂരക്കറിയും അതുപോലെ തന്നെ ഉപ്പേരി 2 ടൈപ്പിൽ വെച്ചേ, നമ്മുടെ കർമൂസ ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പൂസിന് ഇങ്ങനെ കർമൂസ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കർമൂസ അതുപോലെ തന്നെ പയറുതോരനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ ഫ്രൈയും. എനിക്ക് ചൂര വറുത്തത് വലിയ ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഉണ്ടാക്കിയ നല്ല നാരങ്ങ അച്ചാറും അതും കൂടെ ഒരു കഷ്ണം കിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എന്തൊക്കെയോ വേണ്ടതും പറഞ്ഞു, എന്തൊക്കെയോ വേണ്ടാത്തതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.